ഹായ് ഓൾ, വെൽക്കം ടു മെന്റർ മൈൻഡ്സ്. നമുക്കിന്ന് ക്ലാസ് 8 പ്രഷർ, വിൻഡ്, സ്റ്റോംസ് ആൻഡ് സൈക്ലോൺസ് എന്ന് പറഞ്ഞ ചാപ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ മിറേഴ്സ് ആൻഡ് ലെൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഈ 2 ചാപ്റ്റേഴ്സിന്റെ ചോദിക്കാൻ ചാൻസസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമുക്കിത് നോക്കാം. അപ്പോൾ നമുക്ക് അധികം വെച്ച് താമസിപ്പിക്കേണ്ട, വീഡിയോയിലോട്ട് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് നമുക്ക് MCQ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻ എ സൈക്ലോൺ ദ എയർ പ്രഷർ അറ്റ് ദ സെന്റർ ഇസ് 4 ഓപ്ഷൻ ആണ് ആ ക്വസ്റ്റ്യൻ ഉള്ളത്. ഹയർ ദാൻ ദ സറൗണ്ടിങ്സ്, ഈക്വൽ ടു സറൗണ്ടിങ്സ്, ലോവർ ദാൻ ദ സറൗണ്ടിങ്സ് ആൻഡ് കോൺസ്റ്റന്റ് എവരിവെയർ. ഇതാണ് ഓപ്ഷൻസ് വരുന്നത്. നമുക്കിത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇമേജ് കാണിച്ചു തരാം. അതായത് ഇവിടെ നമുക്ക് കാണാം അല്ലെ, ഇതാണ് ഒരു സൈക്ലോണിന്റെ ഇമേജ് ആണ്. സൈക്ലോണിന്റെ സെന്ററിനെയാണ് നമ്മൾ ഐ ഓഫ് ദി സൈക്ലോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടുത്തെ വാട്ടർ ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ്. അങ്ങനെ ഹീറ്റഡ് അപ്പ് ആവുമ്പോൾ അവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ പ്രഷർ ആയിരിക്കും. ആ ലോ പ്രഷർ ആയിട്ട് ഉണ്ടാവും. അതിങ്ങനെ വേപ്പറൈസ്ഡ് ആയിട്ട് അത് കണ്ടൻസ് ചെയ്തിട്ട് റെയിൻ ക്ലൗഡ്സും റെയിനും ഒക്കെ ആയിട്ട് മാറും. എന്നിട്ട് അത് കൂൾ ഡൗൺ ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചു വരും അല്ലെ. തിരിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ലോവർ ടെമ്പറേച്ചർ ആയതുകൊണ്ട് അവിടെ ഹൈ പ്രഷർ ആയിരിക്കും. അങ്ങനെ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തിട്ടാണ് നമുക്ക് സൈക്ലോൺ ഫോം ചെയ്യണം. അപ്പോൾ എപ്പോഴും ഈ ഒരു സെന്റർ ഓഫ് ദി സൈക്ലോൺ, അതായത് ഐ ഓഫ് ദി സൈക്ലോണിൽ എപ്പോഴും നമുക്കൊരു ലോ പ്രഷർ ഏരിയ ആയിരിക്കും ക്രിയേറ്റ് ആവുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? സൈക്ലോൺ എയർ പ്രഷർ അറ്റ് ദ സെന്റർ ഇസ് ലോവർ ദാൻ ദി സറൗണ്ടിങ്സ്. ഓക്കെ, ലോവർ ദാൻ ദി സറൗണ്ടിങ്സ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ സി. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. ഞാനത് മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലൈറ്റ്നിങ് ഒക്കേഴ്സ് ഡ്യൂ ടു ഓപ്ഷൻ എ ഫ്രിക്ഷൻ ബിറ്റ്വീൻ മൂവിംഗ് വെഹിക്കിൾസ്, ഓപ്ഷൻ ബി ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ബിറ്റ്വീൻ ക്ലൗഡ്സ് ആൻഡ് ദ എർത്ത്, ഓപ്ഷൻ സി റൊട്ടേഷൻ ഓഫ് എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ്, and option D is reflection of sunlight from clouds. അപ്പൊ നമുക്ക് ഇതിന് നമുക്ക് ഇവിടെ ഒരു ഇമേജ് ഉണ്ട് അല്ലെ, കാണിച്ചു തരാം. ഇവിടെ എന്താണ് നമ്മൾ പറയുന്നുണ്ട് അല്ലെ, നമ്മൾ ഇതേപോലെ വാട്ടർ വേപ്പേഴ്സ് ഈ ക്ലൗഡ് ഫോർമേഷന്റെ ഇടയിൽ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് തമ്മിൽ സ്ട്രോങ് റബ്ബിങ് നടക്കുന്നുണ്ട്. അങ്ങനെ റബ്ബിങ് നടന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? ഒരു സ്റ്റാറ്റിക് ചാർജസ് ഫോം ചെയ്യും. അതായത് പോസിറ്റീവും നെഗറ്റീവും 2 ചാർജസും ഫ്ലോ ചെയ്യുന്നുണ്ട്. മേ ബി ഈ 2 ചാർജസ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ലൈറ്റ്നിങ് പോലെ കോസ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ നെഗറ്റീവ് ചാർജസ്, ക്ലൗഡ്സിലുള്ള ഈ താഴെയുള്ള നെഗറ്റീവ് ചാർജസ് ഗ്രൗണ്ടിലുള്ള പോസിറ്റീവ് ചാർജസുമായിട്ട് വന്ന് കൊളൈഡ് ചെയ്യാനായിട്ട് അവർക്കൊരു ടെൻഡൻസി ഉണ്ടാവും. വേറൊരു റെസിസ്റ്റൻസ്, ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ കുറേ ചാർജസ് അക്യുമുലേറ്റ് ആയി കഴിയുമ്പോൾ അവരെന്ത് പറ്റും? ഒരു സഡൻ ഡിസ്ചാർജ് സംഭവിച്ച് ഈ നെഗറ്റീവ് ചാർജസ് പോസിറ്റീവുമായിട്ട് കൊളൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ആ ഒരു ഫിനോമിനൻ, അതിനെയാണ് ലൈറ്റ്നിങ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ലൈറ്റ്നിങ് ഒക്കേഴ്സ് ഡ്യൂ ടു ഫ്ലോ ഓഫ് ഓപ്ഷൻ ബി, ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ബിറ്റ്വീൻ ദ ക്ലൗഡ്സ് ആൻഡ് എർത്ത് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് പ്രഷർ ഇസ് ഡിഫൈൻഡ് ആസ്. നമ്മൾ കണ്ടു അല്ലെ, പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾവേസ് ഇറ്റ്സ് ആൻസർ ഇസ് ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ ഇസ് ഫോഴ്സ് ബൈ ഏരിയ. പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് ആയ ന്യൂട്ടൺ ആൻഡ് ഏരിയ മീൻസ് മീറ്റർ സ്ക്വയർ. സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പറയാം. ഓക്കെ, അല്ലെങ്കിൽ പാസ്കൽ പറയാം, അല്ലെങ്കിൽ മില്ലിബാർ എന്ന് പറയാം. ഓക്കെ, എന്ത് വേണേലും പറയാം. സോ ഇവിടെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ SI ഉണ്ടോ ഫോഴ്സ് ആണ്. അത് അഗെയിൻ ന്യൂട്ടൺ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് a sharp knife cuts vegetables more easily than a blunt one because. നമുക്ക് അറിയാലേ, നൈഫ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സൈഡ്
ഷാർപ്പ് മറ്റേത് ബ്ലണ്ടും ആണ്. ആ ഒരു ഷാർപ്പായിട്ടുള്ള സൈഡ് എങ്ങനെയായിരിക്കും? അത് കുറച്ചുകൂടി നമുക്ക് വിഡ്ത്ത് കുറവായിരിക്കും അല്ലെ, നാരോവർ ആയിരിക്കും. നാരോവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് മീൻ ചെയ്യുന്നത്? അതിന്റെ ഏരിയ കുറവാണ്. അപ്പൊ വി ഓൾറെഡി നോ എന്താണ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ബൈ സോറി ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലെ. ദാറ്റ് ഈസ് ഇവിടെ എഴുതാം. യു നോ pressure is equal to force by ഏരിയ അല്ലെ. സോ പ്രഷർ ആൻഡ് ഏരിയ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏരിയ കൂടുവാണെങ്കിൽ പ്രഷർ കുറയും. ഓക്കെ, ഏരിയ കുറയുവാണെങ്കിൽ പ്രഷർ കൂടും. സോ ഇവിടെ നൈഫിന്റെ ഷാർപ്പ് എഡ്ജിൽ എന്താണ് ഏരിയ കുറവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ പ്രഷർ കൂടുതൽ അപ്ലൈ ആവുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് എക്സേർട്സ് ഓപ്ഷൻ സി, ഇറ്റ് എക്സേർട്സ് മോർ പ്രഷർ അല്ലെ, ഡ്യൂ ടു ഇറ്റ് സ്മോളർ ഏരിയ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ടെക്സ്റ്റിൽ പല പല എക്സാമ്പിൾസ് കണ്ടിരുന്നു അല്ലെ. ബ്രോഡ് ആയിട്ടുള്ള വിടുത്തുള്ള ഒരു ബാഗാണോ ഒരു നാരോ സ്ട്രാപ്പ് ഉള്ള ബാഗാണോ നമുക്ക് കൂടുതൽ ക്യാരി ചെയ്യാൻ എളുപ്പം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എ വൈഡ് ട്രക്ക് ടയർ കോസസ് ലെസ് പ്രഷർ ഓൺ ദ റോഡ് ദാൻ എ നാരോ ടയർ. ഇതാണ് അസേർഷൻ തന്നിരിക്കുന്നത്. റീസൺ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ ഫോഴ്സ് അപ്ലൈഡ് പെർ യൂണിറ്റ് ഏരിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ്? നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ അല്ലെ, പ്രഷറും ഏരിയയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പൊ ഒരു വൈഡ് ട്രക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വൈഡ് ട്രക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ടയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നല്ല ബ്രോഡർ ആയിരിക്കും. അങ്ങനെ ബ്രോഡർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏരിയ കൂടുതലായിരിക്കും. ഏരിയ കൂടുമ്പോൾ ഓഫ് കോഴ്സ് അതിന്റെ പ്രഷർ കുറവായിരിക്കും. സോ വൈഡ് ട്രക്ക് ടയർ കോസസ് ലെസ് പ്രഷർ ഓൺ ദി റോഡ് ദാൻ എ നാരോ ടയർ. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷനും റീസൺ എന്ന് പറയുന്നതും ഈ സെയിം കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ MCQ പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്തത് 2 മാർക്സ് ക്വസ്റ്റിലേക്ക് കടക്കാം. അതായത് അനലൈസ് വൈ എ കോൺകേവ് മിറർ ഈസ് യൂസ്ഡ് ബൈ ഡെന്റിസ്റ്റ് ടു എക്സാമിൻ ദ ടീത്ത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ടെക്സ്റ്റിൽ കാണിച്ചു തരാം. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ ഇത്. എന്താണ്? സോറി, ആ നമുക്കിവിടെ അറിയുന്ന കാര്യമാണ്. എന്താണ് ഒരു കോൺകേവ് മിറർ എന്തുകൊണ്ടാണ് ഒരു ഡെന്റിസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം, ഒരു കോൺകേവ് മിറർ നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരു ചെറിയ ലെങ്ത്തിൽ എന്തായിരിക്കും? അവരെപ്പോഴും ഒരു എൻലാർജ്ഡ് ഇമേജ് ആണ് നമുക്ക് തരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ഒരു ഡെന്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വായിൽ വയ്ക്കുമ്പോൾ പല്ലുകളുടെ ഇമേജസ് നല്ല വലുതായിട്ട് നമുക്ക് കിട്ടണം അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഒരു എൻലാർജ് ഇമേജ് കിട്ടുന്നത് കൊണ്ടാണ് കോൺകേവ് മിറേഴ്സിനെ ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കോൺകേവ് മിറേഴ്സ് പിന്നെ യൂസ് ചെയ്യുന്നത് റിഫ്ലക്ടേഴ്സ് ഓഫ് ടോർച്ച് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്കൊരു എൻലാർജ് ഇമേജ് ആണ് അതേ ഷോർട്ടർ ഡിസ്റ്റൻസിൽ ഒരു കോൺകേവ് മിറർ തരുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ next question. A weather report warns of a cyclone approaching the coastal area. As a resident, what 2 safety measures would you take? നമുക്ക് എന്തൊക്കെ 2 കാര്യങ്ങളാണ് ഒരു സൈക്ലോണിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സൈക്ലോൺ വരുമ്പോൾ പ്രിക്കോഷൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്? എന്താണ്? നമ്മൾ എപ്പോഴും ഒരു സേഫർ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലോട്ട് മൂവ് ഓൺ ചെയ്യുക. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എമർജൻസി കിറ്റ് റെഡിയാക്കുക. റേഡിയോ ബാറ്ററീസ്, അങ്ങനെ ഒരു മെഡിസിൻ, ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. എത്രയും വേഗം ഒരു സേഫർ ആയിട്ടുള്ള സ്ഥലത്തോട്ട് നമ്മൾ മൂവ് ചെയ്യുക. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് എന്താണ്, ഡ്രൈവിംഗ് സമയത്ത് ഡ്രൈവിംഗ് അവോയ്ഡ് ചെയ്യാം അല്ലെ. ട്രീസിന്റെ അടുത്ത്
ലൈൻസ്, നമ്മൾ ഇലക്ട്രിക് ലൈൻ അതിന്റെ അടിയിലൊന്നും പോയി നിൽക്കാണ്ടിരിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ, അതൊക്കെ ചെയ്യാം. Next is a ray of light strikes a mirror at an angle of 35 degrees with the mirror surface. Using the laws of reflection, calculate the angle of reflection. Okay. അപ്പൊ ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലേ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യാം. നമുക്കിവിടെ അറിയാം, നമ്മളിങ്ങനെ വരുമ്പോൾ നീറ്റായിട്ട് ഇതേപോലെ എല്ലാം നീറ്റായിട്ട് നമ്മളൊരു മിററിനെ വരയ്ക്കുക, പ്ലെയിൻ മിററിനെ വരയ്ക്കുക. എന്നിട്ട് ഒരു ലൈറ്റ് ഇൻസിഡന്റ് ആവുന്നുണ്ട് അല്ലെ, ഇവിടെ 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 വന്ന് ഇൻസിഡന്റ് ആവുന്നുണ്ട്. പക്ഷെ റേ ഓഫ് ലൈറ്റ് സ്ട്രൈക്സ് പ്ലെയിൻ മിറർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 35 ഡിഗ്രി വിത്ത് മിറർ സർഫസ്. മിറർ സർഫസ് ഏതാണ്? താഴെയാണ് അല്ലെ. അപ്പൊ ഇവിടെയാണ് 35 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ, റൈറ്റ്. ഇവിടെയാണ് 35 എന്ന് പറയുന്ന ഡിഗ്രി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആൻസർ കണ്ടെത്താൻ നമുക്കറിയാം ആക്ച്വലി ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പെർപെൻഡിക്കുലർ ആണ്. നോർമലി ഓൾവേസ് പെർപെൻഡിക്കുലർ. അപ്പൊ ഇവിടെ 90 ഡിഗ്രി ആണ്. ഈ 90 - 35 ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും അല്ലെ. അപ്പം എന്ത് വരും? വാട്ട് വിൽ ബി ദ ആൻസർ? 90 - 35 ഈസ് ആക്ച്വലി 55 ആണ്. ഇത് 35. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് 55. ഇത് 55 ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 55 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 55 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ വേറെ ക്വസ്റ്റ്യനും കൂടി ഇതിൽ നിന്ന് കിട്ടും. ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ 2 ലോസ് ആണുള്ളത്. ഫസ്റ്റ് ലോ ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വരുന്ന ഇൻസിഡന്റ് റേയും അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേയും പിന്നെ നോർമലും ഓൾ 3 ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. ഈ കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഡിഫൈൻഡ് റിഫ്ലക്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിഫ്ലക്ഷൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? റിഫ്ലക്ഷൻ മീൻസ് ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് അല്ലെ, അതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. 2 മാർക്സിൽ വേണമെങ്കിൽ പോയിന്റ്സ് ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ പറയാം. റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും നമുക്കുണ്ട് അല്ലെ. റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മൂത്ത് സർഫസിലാണെന്നുണ്ടെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും സംഭവിക്കുക. ഒരു റഫ് സർഫസിലാണെങ്കിൽ നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. Next question is a force of 200 Newton is applied on a rectangular surface of area 0.5 meter square. Calculate the pressure exerted on the surface. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ് നമുക്കറിയാം. ഫോഴ്സ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, 200 തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.5 ആണ്. ഇതിന്റെ ഡെസിമൽ കളയാം. 0.5ന്റെ ഡെസിമൽ കളയാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. നമുക്ക് എന്ത് കിട്ടും? 2000/5 എന്ന് കിട്ടും. 2000/5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 400 ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ പാസ്കൽ എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് മെൻഷൻ എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിക്വിഡ് പ്രഷറിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം എന്താണ്, ലിക്വിഡ്സ് വിൽ എക്സർട്ട് പ്രഷേഴ്സ് ഇൻ ഓൾ ഡയറക്ഷൻ അല്ലെ. നമ്മള് ടെക്സ്റ്റിൽ പഠിച്ചിരുന്ന ഒരു ബോട്ടിലിന്റെ എക്സ്പെരിമെന്റ് വെച്ച് നമ്മൾ പഠിച്ചിരുന്നു ലിക്വിഡ് എല്ലാ ഡയറക്ഷനിലും പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് അറിയാം അല്ലെ, ലിക്വിഡ് സോറി ലിക്വിഡ് പ്രഷേഴ്സ് ഡെപ്ത് കൂടുന്നതനുസരിച്ച് പ്രഷറും കൂടുന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാം. അറ്റ് സെയിം ഡെപ്ത് ആണെങ്കിൽ ദ ലിക്വിഡ് പ്രഷർ റിമൈൻസ് ദ സെയിം. ഡെപ്ത് കൂടുന്നതനുസരിച്ചിട്ട് പ്രഷറും കൂടും. നമുക്കറിയാം അണ്ടർ വാട്ടറിലൊക്കെ പോകുമ്പോൾ അല്ലെ പ്രഷേഴ്സ് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, next is during the monsoon season,
heavy winds are accompanied by dark clouds. We were observed in a coastal town. Suddenly, the wind speed increased, and the roofs of some houses were blown away. A few trees were uprooted, and power supply was disrupted. People were advised to stay indoors and avoid open fields. Why were the roofs of some houses blown away during the storm? നമ്മൾ ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് ഉള്ളൊരു കാര്യമാണ് അല്ലെ. അതായത് ഇവിടെ നമുക്ക് കാണാം അല്ലെ, ഹെവി വിൻഡ്സ് വന്നപ്പം എന്ത് പറ്റി, റൂഫ്സ് ഒക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഹെവി വിൻഡ് ഇങ്ങനെ വരുമ്പോൾ അവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ പ്രഷർ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ഫിഗറിൽ നമ്മൾ ഡോഴ്സും വിൻഡോസും ഒക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അല്ലെ. ക്ലോസ് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും ഉള്ളില്, വീടിന്റെ ഉള്ളിൽ എന്തായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും, മുകളില് ലോ പ്രഷറും ആയിരിക്കും. അപ്പൊ വിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾവേസ് മൂവ് ഫ്രം റീജിയൺ ഓഫ് ഹൈ പ്രഷർ ടു ലോ പ്രഷർ ആണ്. അപ്പം ഉള്ളിൽ നിന്ന് ഒരു പുഷ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ റൂഫ് പറന്നു പോകും. പക്ഷെ താഴെ എങ്ങനെയാണ്, സെക്കൻഡ് ഇമേജിൽ നമ്മൾ വിൻഡോസും ഡോർസും ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വിൻഡ് ഇങ്ങനെ വരുന്നു, ഹൈ സ്പീഡ് വിൻഡ് വരുന്നു, ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ആവുന്നു. എവിടെയൊക്കെ, മുകളിലും താഴെ ഒരേപോലെ ലോ പ്രഷർ ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ ഡാമേജും കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുള്ളത്. വൈ വേർ ദ റൂഫ്സ് സം ഹൗസസ് ബ്ലോൺ അവേ ഡ്യൂറിംഗ് ദ സ്റ്റോം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അപ്പൊ അതിനത്രയ്ക്ക് അനുസരിച്ച് എഴുതിയാൽ മതി. ഇനി അടുത്തത്, മെൻഷൻ വൺ സേഫ്റ്റി പ്രിക്കോഷൻ പീപ്പിൾ ഷുഡ് ഫോളോ ഡ്യൂറിങ് എ സൈക്ലോൺ. സൈക്ലോണിന്റെ സമയത്ത് എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. നമ്മൾ എമർജൻസി കിറ്റ് റെഡിയാക്കി വെക്കുക, സേഫ് ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്യുക, വാർണിങ്സ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അല്ലെ, ഡ്രൈവിങ് കാര്യങ്ങള്, ഇലക്ട്രിക്കൽ ലൈൻസിന്റെ അടിയിൽ താഴെ പോയി നിൽക്കുന്ന കാര്യങ്ങള്, അങ്ങനത്തെ ഒക്കെ അവോയ്ഡ് ചെയ്യുക, ഫസ്റ്റ് എയ്ഡ് കിറ്റ് റെഡിയാക്കുക, ബാറ്ററി, റേഡിയോസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഓക്കെ, അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ഡസ് ദ സ്പീഡ് ഓഫ് വിൻഡ് അഫക്ട് എയർ പ്രഷർ. വിൻഡ് സ്പീഡ് എങ്ങനെ എയർ പ്രഷറിനെ അഫക്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ള ക്വസ്റ്റ്യൻ. സെയിം തന്നെ അല്ല, ഇപ്പൊ നമ്മൾ ഹൗസസിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റിൽ ഇവിടെ വേറൊരു എക്സാമ്പിൾ കൂടി കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ ബലൂൺ എക്സ്പെരിമെന്റ് വെച്ചിട്ട്, അതായത് 2 ബലൂൺ എടുക്കുന്നു, ഒരേപോലെ ഇൻഫ്ലേറ്റ് ചെയ്യുന്നു, സെൻട്രൽ പോർഷനിൽ നമ്മൾ ഊതുമ്പോ എന്ത് പറ്റുന്നു, 2 ബലൂണ് അകത്തേക്ക് വരുന്നു അല്ലെ. എന്തുകൊണ്ടാണ്, ഊതുമ്പോ ഹൈ സ്പീഡിൽ ഒരു വിൻഡ് വരുമ്പോഴത്തേക്കും എന്ത് പറ്റും, ഇവിടെ ഒരു ലോ പ്രഷർ ഏരിയ ആണ് ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ ഈ ബലൂണിന്റെ സൈഡിൽ എന്തായിരിക്കും, ഹൈ പ്രഷർ റീജിയൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ഹൈ പ്രഷർ ഉള്ള ബലൂണിന്റെ അടുത്തുനിന്ന് നടുക്കോട്ടായിരിക്കും ഇവര് വരുന്നത്. ഓക്കെ, ഹൈ പ്രഷർ ടു ലോ പ്രഷറിലോട്ട് ബലൂൺ മൂവ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് 2 ബലൂൺസ് അടുത്തടുത്ത് വരുന്നത്. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. ഏതില്, ഇവിടെ അവിടെ സ്പീഡ് ഓഫ് വിൻഡ് affect air pressure. As speed of wind increases, low pressure is created. Okay, ആ ഒരു കാര്യം നമ്മൾ എഴുതി കൊടുക്കുക. 2 മാർക്സ് നമുക്ക് സുഖമായിട്ട് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റേറ്റ് 2 ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ഓർ ടെക്നോളജീസ് യൂസ് ടു റിഡ്യൂസ് ദ ഡിസ്ട്രക്ഷൻ കോസ്ഡ് ബൈ സൈക്ലോൺസ്. സൈക്ലോൺസിന്റെ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഗവൺമെന്റ് സ്കീം, ഗവൺമെന്റ് ഇതുവഴി ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെക്നോളജീസ്, എന്തൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള ടെക്നോളജീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിന് നമ്മൾ എന്ത് ആൻസർ ചെയ്യും, നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ, നമുക്കൊരു IMD ഉണ്ട്, അതായത് ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമുക്കുണ്ട്. അപ്പം അവർക്ക് നമുക്ക് വെതർ റിപ്പോർട്ട്സും പീരിയോഡിക് ആയിട്ടുള്ള അലേർട്സും വാർണിംഗ്സ് ഒക്കെ നമുക്ക് തരാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, നമുക്കിവിടെ റാഡാർസും പിന്നെ സാറ്റലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, വെതർ മോണിറ്ററിങ് സാറ്റലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് സൈക്ലോൺസിനെ ട്രാക്ക് ചെയ്യാനും അവരുടെ പാത്ത് പ്രെഡിക്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പൊ അതുവഴി നമുക്ക് എന്ത് പറ്റും, ലൈഫും പ്രോപ്പർട്ടിയിലൊക്കെ വരുന്ന ഇമ്പാക്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മള് ടെക്നോളജി വൈസ് നമുക്ക് സൈക്ലോണിൽ നിന്ന് പ്രൊട്ടക്ഷൻ, നമുക്കൊരു ഇത് കിട്ടുന്നത്. ഓക്കെ, next question is, a brick is placed on its broader base and then on its narrower base.
ഇൻ വിച്ച് പൊസിഷൻ ഡസ് ഇറ്റ് എക്സേർട്ട് മോർ പ്രഷർ ഓൺ ദ ഗ്രൗണ്ട്? സെയിം ക്വസ്റ്റ്യൻ നമുക്കറിയാം. എന്താണ് പ്രഷർ എന്ന് പറഞ്ഞാൽ? എപ്പോഴും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു പ്രഷറിന്റെ ഇക്വേഷൻ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് അല്ലെ? അപ്പം ഏരിയ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ കുറവായിരിക്കും. അപ്പൊ എന്താണ്, ഒരു ബ്രോഡർ ബേസിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അവിടുത്തെ ഏരിയ കൂടും. അപ്പൊ എന്താ, പ്രഷർ കുറവായിരിക്കും. നേരെ മറിച്ച് സോ ബ്രിക്ക് ഈസ് പ്ലേസ്ഡ് ഓൺ ഇറ്റ്സ് ബ്രോഡർ ബേസ് ദാൻ ഓൺ ഇറ്റ്സ് നാരോവർ ബേസ്. ഓക്കെ, നാരോവർ ബേസിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഏരിയ കുറയും. അപ്പൊ അവിടെ പ്രഷർ കൂടുകയാണ് ചെയ്യുക അല്ലെ? അപ്പൊ ഇൻ വിച്ച് പൊസിഷൻ ഡസ് ഇറ്റ് എക്സേർട്ട് മോർ പ്രഷർ ഓൺ ദി ഗ്രൗണ്ട്? ഏത് പൊസിഷനിലായിരിക്കും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുക? നാരോ ബേസ് ആണെങ്കിലാണ് അല്ലെ? ഓക്കെ, നാരോ ബേസിലാണെങ്കിൽ കൂടുതൽ പ്രഷർ അനുഭവപ്പെടും. സോ അതാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോ എ നീറ്റ് ലേബിൾഡ് ഡയഗ്രാം ടു ഷോ ദ നേച്ചർ ഓഫ് കോൺവെക്സ് ലെൻസ് അല്ലെ? കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അങ്ങനെയാണ് അതിന്റെ ഇമേജ്, ഇങ്ങനെയാണ് അല്ലെ? ഈ രീതിയിലാണ്. അപ്പം കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ അതിനെന്ത് പ്രോപ്പർട്ടിയാ? എപ്പോഴും അതിനൊരു കൺവേർജ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഇങ്ങനെ റേസ് വരുവാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഇതൊന്നും അല്ല, ഇത്തിരി നീറ്റായിട്ട് വരയ്ക്കണം. ഓക്കെ, മീറ്റ് അറ്റ് എ പോയിന്റ്, അവരൊരു പോയിന്റിൽ ഇങ്ങനെ മീറ്റ് ചെയ്യും അല്ലെ, കൺവേർജ് ചെയ്യും. ഇതിന്റെ ഇമേജ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, കോൺവെക്സ് എന്ന് പറയുമ്പോൾ മിഡിൽ പോർഷൻ തിക്കറും എൻസ് തിന്നറും ആയിരിക്കും. കോൺകേവ് ആണെങ്കിൽ എങ്ങനെയാണ്, നേരെ തിരിച്ചല്ലേ? മിഡിൽ പോർഷൻ തിന്നറും ഈ എൻഡ് എന്ന് പറഞ്ഞാൽ ബ്രോഡറും ആയിരിക്കും. ഓക്കെ, വെരി ഡൈവേർജിങ് പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. അപ്പം കോൺവെക്സിന്റെയും കോൺകേവ് മിറേഴ്സ് ആൻഡ് ലെൻസ് രണ്ടിന്റെ ഇമേജ് ഫോർമേഷൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് ഏതും ചോദിക്കാം. അപ്പൊ അത് നോക്കിയിട്ട് വേണം എക്സാമിന് പോവാൻ. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ നെയിം ഓഫ് എ സ്റ്റോം ദാറ്റ് ഫോംസ് ഓവർ ദ ഓഷ്യൻ വിത്ത് വെരി സ്ട്രോങ് വിൻഡ്സ് ആൻഡ് ഹെവി റെയിൻ? ഒരു നെയിം ഓഫ് ദ സ്റ്റോം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് നമുക്കറിയാലോ, ഓഷ്യന്റെ മുകളിൽ ഫോം ചെയ്യുന്ന സ്റ്റോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓഷ്യന്റെ മുകളിൽ അങ്ങനെ ഒരു സ്പിന്നിങ് ഓഫ് വിൻസും റെയിൻസ് ആൻഡ് ക്ലൗഡ്സ് ഇത് കാരണം ഉണ്ടാവുന്ന ഇതിനെയാണ് നമ്മൾ സൈക്ലോൺസ് എന്ന് വിളിക്കുക. സോ ദിസ് ആക്ച്വലി സൈക്ലോൺസ് തന്നെയാണ്. ഓക്കെ, അത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ലെൻസിന്റെ ചാപ്റ്റർ എടുക്കുവാണെങ്കിൽ കോൺകേവ്, കോൺവെക്സ്, മിറേഴ്സ് ആൻഡ് ലെൻസ് ഇത് രണ്ടും എന്റെ ഇമേജസ് വിത്ത് ഇമേജസും എന്റെ ആപ്ലിക്കേഷൻസും ഷുവർ ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പം പ്രഷേഴ്സ്, വിൻഡ് ആൻഡ് സൈക്ലോൺസ് എടുക്കുവാണെങ്കിൽ പ്രഷറിന്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആൻഡ് അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പൊ 1-2 ചോദ്യങ്ങൾ നമ്മൾ ഇതിൽ തന്നെ കണ്ടല്ലേ. പിന്നെ വരുന്ന മെയിൻ ആയിട്ട് ചോദിക്കുന്നതാണ് വിൻഡ് പ്രഷർ, വിൻഡ് സ്പീഡും പ്രഷറും എങ്ങനെ അഫക്റ്റ് ആവുന്നുണ്ട്, പിന്നെ സൈക്ലോൺസ്. ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പം താങ്ക് യു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, യു ലൈക്ക് മോർ സച്ച് വീഡിയോസ്, ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.